സിറിയയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ദമസ്കസിലെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ ബോംബാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. സിറിയയിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഇന്റലിജൻസ് യൂണിറ്റ് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ് റിപ്പോർട്ട്. മുഹമ്മദ് ഷാമോൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഷാമോൻ, ഇപ്പോൾ വീണ്ടും സിറിയയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണല്ലോ ഇസ്രായേൽ. ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ എന്താണ്? എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അമൃത, സിറിയയിലെ ദമാസ്കസിന് സമീപം ഇപ്പോൾ ഇസ്രായേൽ ബോംബാക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഒരു പാർപ്പിട സമുച്ചയത്തിലാണ് ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ ഒരു യോഗം നടക്കുന്നതിനിടയിലാണ് ബോംബാക്രമണം ഉണ്ടായെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ 5 പേർ കൊല്ലപ്പെട്ടതായിട്ടും ഒരു റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇറാൻ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല. ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ ഒരു വിഭാഗം ഇവിടെ യോഗം ചേരുന്നതിനിടയിലാണ് ബോംബാക്രമണം ഉണ്ടായെന്ന് മാത്രമുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇസ്രായേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊന്നും ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ഈ ദമാസ്കസിന് സമീപമുള്ള വളരെ തന്ത്രപരമായ ഒരു മേഖലയാണിത്. ഇതിന് സമീപമാണ് ലെബനൻ്റെയും ഇറാൻ്റെയൊക്കെ എംബസികൾ പ്രവർത്തിക്കുന്നത്. ഈ മേഖലയിലാണ് ഇസ്രായേലിൻ്റെ ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നത്. 5 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഇറാനിലെ റവല്യൂഷണറി ഗാർഡിൻ്റെ എത്ര അംഗങ്ങൾ ഉണ്ടെന്നുള്ള റിപ്പോർട്ട് നമുക്കിപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അമൃത. ശരി ഷാമോൻ.